ശബരിമലയിൽ ഇനി ബ്രഹ്മദത്തനും മഹേശ്വരരും. ശബരിമല സന്നിധാനത്തെ പരമാധികാരികളായ താഴ്മൺ മഠത്തിലെ മുതിർന്ന തന്ത്രിമാർ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങളിലും നിയമക്കുരുക്കുകളിലും അകപ്പെടുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ കണ്ഠരര് രാജീവര് അറസ്റ്റിലായതോടെ മഠത്തിലെ മുൻഗാമികളെ പിന്തുടർന്ന ദുരൂഹതകളും വീണ്ടും വീണ്ടും ചർച്ചയാകുകയാണ്. ഇതോടെ പാരമ്പര്യമായി കൈമാറി വന്ന താന്ത്രിക ചുമതലകൾ പൂർണ്ണമായും പിൻതലമുറയുടെ കൈകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് ശബരിമലയിൽ സംജാതമായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയും വാജിവാഹനവും നിലവിലെ സ്വർണ്ണക്കൊള്ള കേസിൽ കണ്ഠരര് രാജീവര് അറസ്റ്റിലായതോടെ മഠം വീണ്ടും പ്രതിക്കൂട്ടിലായി. പഴയ കൊടിമരത്തിലെ സ്വർണം പൂശിയ വാജിവാഹനം കുതിരയുടെ രൂപം തന്ത്രി സ്വന്തം മഠത്തിലേക്ക് കടത്തിയെന്ന ആരോപണം ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വർണ്ണപ്പാളി കവർന്ന പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധവും ഗൂഢാലോചനയും രാജീവരെ ജയിലിലെത്തിച്ചു. ആചാര സംരക്ഷണത്തിനായി യുവതീ പ്രവേശന സമയത്ത് ശുദ്ധക്രിയ നടത്തി വാർത്തകളിൽ നിറഞ്ഞ തന്ത്രി തന്നെ ഇപ്പോൾ സ്വർണ്ണമോഷണ കേസിൽ അകപ്പെട്ട് ഭക്തസമൂഹത്തെയും വേദനിപ്പിക്കുന്നു. ചുമതലകൾ യുവതലമുറയ്ക്ക് മുതിർന്ന തന്ത്രിമാരായ മോഹനർക്കും രാജീവർക്കും വിലക്കും അറസ്റ്റും നേരിടേണ്ടി വന്നതോടെ ശബരിമലയിലെ പൂജാകർമ്മങ്ങളുടെ ഉത്തരവാദിത്തം ഇനി മക്കളിലേക്ക് നീങ്ങും. നിലവിൽ മകരവിളക്ക് ചടങ്ങുകൾ നേതൃത്വം നൽകുന്നത് കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനറാണ്. രാജീവരുടെ ഊഴം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തൻ കർമ്മങ്ങൾ നിർവഹിക്കും. ആചാരങ്ങൾ മുടങ്ങാതിരിക്കാൻ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഇത്തരം ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുത്തച്ഛനായ മഹേശ്വരരുടെ മരണത്തോടെ മഹേഷ് മോഹനരും പിതാവ് കൃഷ്ണരുടെ മരണത്തോടെ രാജീവരും സ്വതന്ത്രമായി ചുമതലകൾ ഏറ്റെടുത്ത പാരമ്പര്യമാണ് മഠത്തിനുള്ളത്. എന്നാൽ ക്രിമിനൽ കേസുകളിൽ പെട്ട് മുതിർന്നവർ പുറത്താകുന്നത് താഴ്മൺ മഠത്തിന്റെ വിശ്വാസത്തേക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതോടെ മഠത്തിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. നിലവിൽ ശബരിമല തന്ത്രിയായ കണ്ഠരര് മഹേശ്വര മോഹനർക്കൊപ്പം തന്ത്രി പദവിയിലേക്ക് ബ്രഹ്മദത്തൻ കൂടി വരുന്നതോടെ തലമുറ മാറ്റം പൂർണ്ണമാകും. ഓരോ വർഷവും മാറി മാറിയാണ് താഴ്മൺ മഠത്തിലെ 2 കുടുംബങ്ങൾക്ക് ശബരിമലയിലെ താന്ത്രികാവകാശം. രാജീവരുടെയും ബിന്ദുവിന്റെയും മകനായ ബ്രഹ്മദത്തൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദാരിയാണ്. ജോലി രാജിവെച്ചാണ് താന്ത്രിക കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞത്. 8ാം വയസ്സിൽ ഉപനയനം കഴിഞ്ഞതു മുതൽ പൂജകൾ പഠിച്ചു തുടങ്ങിയിരുന്നു.